ഇന്നത്തെ നമ്മുടെ ലെസൺ നോ ആൻഡ് നൺ. വളരെ കോമൺ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഈ രണ്ട് വാക്കുകളും നോ എന്ന് പറഞ്ഞാലും നൺ എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നും ഇല്ല, ഒന്നും അല്ല എന്നൊക്കെ ഉള്ള മീനിങ്, അല്ലെങ്കിൽ ഒട്ടും ഇല്ല എന്ന മീനിങ്ങിലും ഉപയോഗിക്കും. അപ്പോൾ മീനിങ് നോക്കുകയാണെങ്കിൽ ഒന്ന് തന്നെയാണ്, പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ വളരെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ വളരെയധികം ഉപയോഗപ്രദമായ രണ്ട് വേർഡ്സാണ് നോ ആൻഡ് നൺ. അപ്പോൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാം. നോ എന്നാൽ ഇല്ല, അല്ല എന്നൊക്കെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ നോ എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു നൗണിന് മുന്നിലായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നോ ബസ്, നോ കാർ, നോ ഷോപ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ദർ ഈസ് നോ ഷോപ്പ്, ദർ ആർ നോ ഷോപ്സ്. എപ്പോഴും നൗണിന് മുന്നിൽ അത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന നൗൺ ഇല്ല എന്നാണ് പറയുന്നത്. ദർ ആർ നോ ഷോപ്സ്, ഷോപ്സ് ഒന്നും ഇല്ല. ഐ സോ നോ ബേർഡ്സ്, ഞാൻ പക്ഷികളെ ഒന്നും കണ്ടില്ല. ഐ സോ നോ ബേർഡ്സ്, നോക്കൂ, നോ കഴിഞ്ഞിട്ട് ബേർഡ്സ്, നൗൺ തന്നെയാണ് ഉപയോഗിച്ചത്. ഹി റിസീവ്ഡ് നോ മണി, അദ്ദേഹം മണി ഒന്നും സ്വീകരിച്ചില്ല. ഹി റിസീവ്ഡ് നോ മണി, നോ മണി എന്നുള്ള നൗൺ അവിടെ ഉപയോഗിച്ചു. അപ്പോൾ നോ എന്നത് ഒരു ക്വാണ്ടിഫയിങ് അഡ്ജക്റ്റീവ് ആണ്. കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നല്ലേ കാണിക്കുന്നത്. ഒന്നും ഇല്ല, സീറോ എമൗണ്ട് ആണ് എന്ന് കാണിക്കുന്നതിന് നോ ഉപയോഗിക്കുന്നു. ഇതിന് ഒരു നെഗറ്റീവ് മീനിങ് ആണല്ലോ. അപ്പോൾ ഐ ഡോണ്ട് സീ നോ ബുക്സ് ഓൺ ദ ടേബിൾ, ഐ ഡോണ്ട് സീ, ഡു നോട്ട് സീ എന്ന് പറയുമ്പോൾ അതൊരു സെൻറ്റൻസ് ശരിയായ സെൻറ്റൻസ് അല്ല. കാരണം ഐ ഡോണ്ട് സീ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട്. നോട്ട് എന്ന ഒരു വേർഡ് അവിടെ ഉണ്ട്. അപ്പോൾ ഐ ഡോണ്ട് സീ നോ ബുക്സ് എന്ന് പറയാൻ പാടില്ല. ഇനി ഐ ഡോണ്ട് സീ എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഐ ഡോണ്ട് സീ എനി ബുക്സ് എന്ന് പറയാം. അപ്പോൾ രണ്ട് അല്ലെങ്കിൽ ഡബിൾ നെഗറ്റീവ് മീനിങ് വരും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദർ വാസ് നോ ബസ് എന്ന് പറഞ്ഞാൽ ബസ് ഒന്നും ഇല്ല എന്നാണല്ലോ. ദർ വാസ് നോ ബസ്, ബസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. There wasn't a bus എന്നാണ് അതിൻ്റെ മീനിങ്. There wasn't a bus. ഇനി there are no buses എന്ന് പറഞ്ഞാൽ there weren't any buses. There were not, weren't എന്ന് പറഞ്ഞാൽ were not. There weren't any buses. There were no shops open. തുറന്ന ഷോപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. There weren't any shops open. There weren't any shops open. വേർ കഴിഞ്ഞിട്ട് ഒരു നോട്ട് വന്നു, അവിടെ നോ ഉപയോഗിക്കാൻ പാടില്ല. I had toothpaste but I had no toothbrush. എനിക്ക് ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെ മീനിങ്. I had no toothbrush. ഇനി I had no toothbrush എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് I didn't have a toothbrush. I didn't have, did not have, അവിടെ നോട്ട് ഉണ്ട്, അവിടെ നോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നോ എന്നത് നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലും ഉപയോഗിക്കാം. നോ എക്സ്പ്ലനേഷൻ ഈസ് നീഡഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. നോ എക്സ്പ്ലനേഷൻ ഈസ് നീഡഡ്. പലപ്പോഴും സൈൻ ബോർഡ്സൊക്കെ കണ്ടിട്ടില്ലേ? പല സ്ഥലങ്ങളിലും റോഡ്സിലാകാം, അതല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ വഴികളിൽ ഒക്കെ ആകാം. നോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? പാർക്കിംഗ് ഇവിടെ അലൗഡ് അല്ല, ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നാണ്. പാർക്കിംഗ് എന്നത് ഒരു ജെറണ്ടാണ്. പാർക്ക് എന്ന വേർബിൻ്റെ ING ഫോം ചേർത്ത് പാർക്കിംഗ്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ ചെയ്യാൻ പാടില്ല എന്നാണ്. നോ പാർക്കിംഗ്. നോ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് അവിടെ സ്വിം ചെയ്യാൻ പാടില്ല. നോ ഡോഗ്സ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നതെങ്കിലോ അവിടെ ഡോഗ്സിനെ ഒന്നും അലൗഡ് അല്ല. നോ ഡോഗ്സ് ആർ അലൗഡ് ഹിയർ എന്നാണ് എൻ്റെ മീനിങ്. നോ ഡോഗ്സ്. അപ്പോൾ ഒരു നൗൺ അതല്ലെങ്കിൽ ഒരു വേർബ് തന്നെ ജെറൻഡ് ഫോമിൽ ING ഫോം ചേർത്ത് നൗൺ ആക്കി ഉപയോഗിക്കുക. നോ സ്മോക്കിംഗ്, സ്മോക്കിംഗ് അലൗഡ് അല്ല. നോ ട്രെസ്പാസിംഗ്, അതിക്രമിച്ച് കടക്കൽ. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രൈവറ്റ് ലാൻഡിലൊക്കെ അങ്ങനെയുള്ള സൈൻ ബോർഡ്സ് കാണാറുണ്ട്. നോ ട്രെസ്പാസിംഗ്, അതിലേക്ക് അതിക്രമിച്ച് കടക്കാൻ പാടില്ല, അതിൽ കൂടി പോകാൻ പാടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് നോ എക്സിറ്റ്, അതിൽ കൂടി പോകാൻ, പുറത്തേക്ക് പോകാൻ പാടില്ല, അത് പുറത്തേക്ക് പോകുന്ന വഴിയല്ല എന്നാണ് നോ എക്സിറ്റ്. നോ ലൈഫ് ഗാർഡ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈഫ് ഗാർഡ് ഒന്നും ഡ്യൂട്ടിയിലില്ല. അപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് നോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല സൈൻ ബോർഡ്സും കാണാറുണ്ട്. അപ്പോൾ നോ കഴിഞ്ഞിട്ട് എപ്പോഴും വരുന്നത് ഒരു നൗൺ തന്നെ ആയിരിക്കും, അത് ശ്രദ്ധിക്കുക.
ഇനി നമുക്ക് നൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതുമായിട്ടുള്ള ഒരു വ്യത്യാസം? നൺ ഉപയോഗിച്ചാൽ അതിൻ്റെ മീനിങ് നോട്ട് വൺ എന്ന് തന്നെയാണ്. ഒട്ടും ഇല്ല, ഒന്നും ഇല്ല എന്നുള്ള മീനിങ്ങിലാണ് നൺ ഉപയോഗിക്കുന്നത്. പക്ഷേ നൺ ഉപയോഗിക്കുമ്പോൾ ഒരു നൗൺ അതിന് മുന്നിൽ ആവശ്യമില്ല. നോ പ്ലസ് നൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് രണ്ടിനെയും ആ നൗണിനെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു പ്രോനൗൺ ആണ് എന്നല്ലേ. നൺ എന്നത് ഒരു പ്രോനൗൺ. ദെർ ആർ നോ ബുക്സ് എന്ന് പറഞ്ഞാൽ ബുക്സ് ഒന്നും അവിടെ ഇല്ല എന്നല്ലേ. അതേസമയം ദെർ ആർ നൺ എന്ന് പറഞ്ഞാലും അതിൻ്റെ മീനിങ് അങ്ങനെ തന്നെ. ദെർ ആർ നൺ, അത് കഴിഞ്ഞിട്ട് ദെർ ആർ നൺ ബുക്സ് എന്ന് പറയേണ്ട കാര്യമില്ല. ദെർ ആർ നൺ. ഐ സോ നോ ബേർഡ്സ്, ഞാൻ ബേർഡ്സിനെ ഒന്നും കണ്ടില്ല. ഐ സോ നൺ, ഐ സോ നൺ. ഹൗ മച്ച് മണി ഡു യു ഹാവ്, നിങ്ങളുടെ കയ്യിൽ എത്ര പൈസയുണ്ട്? നൺ, ഐ സ്പെൻഡ് എവറിത്തിങ് ഇൻ ദ കഫേ. ഓ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നൺ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എല്ലാം സ്പെൻഡ് ചെയ്തു, ആ കഫേയിൽ ഞാൻ സ്പെൻഡ് ചെയ്തു. ഓൾ ദ ടിക്കറ്റ്സ് ഹാവ് ബീൻ സോൾഡ്, എല്ലാ ടിക്കറ്റ്സും വിറ്റ് കഴിഞ്ഞു. ദെർ ആർ നൺ ലെഫ്റ്റ്, ഒന്നും അവശേഷിക്കുന്നില്ല. ദെർ ആർ നൺ ലെഫ്റ്റ്. അതിൻ്റെ അർത്ഥം ദെർ ആർ നോ ടിക്കറ്റ്സ് ലെഫ്റ്റ്. നോ കഴിഞ്ഞിട്ട് വരുന്നത് നൗൺ ആണ്. പക്ഷേ നൺ ആണെങ്കിൽ അങ്ങനെയല്ല, നൗണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നൺ ഉപയോഗിക്കുന്നത്. നോ എന്നത് ഒരു അജക്റ്റീവാണ്, നൺ എന്നത് ഒരു പ്രോനൗൺ ആണ്. പിന്നെ നൺ കൂടുതലും ഒരു ഫോർമൽ വേയിലാണ് ഉപയോഗിക്കുന്നത്. നോ ആണെങ്കിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നോ. ഇപ്പോൾ ഐ ഹാവ് നോ ഐഡിയ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എനിക്കൊരു ഐഡിയയും ഇല്ല അതിനെപ്പറ്റി, എനിക്കതിനെപ്പറ്റി ഒരു ഇൻഫർമേഷനും ഇല്ല എന്നല്ലേ. കുറച്ചുകൂടി ഒരു ഫോർമൽ വേയിൽ പറയണമെങ്കിൽ ഐ ഹാവ് നൺ ഓഫ് ദ ഇൻഫർമേഷൻ, ഐ ഹാവ് നൺ ഓഫ് ദി ഇൻഫർമേഷൻ. ഇനി ഒരു 4 സെൻറ്റൻസസ്, അതിൽ എന്താണ് നോ ആണോ ഉപയോഗിക്കേണ്ടത്, നൺ ആണോ ഉപയോഗിക്കേണ്ടത് ഒന്ന് ആലോചിക്കുക. ഐ ഹാവ് മണി ലെഫ്റ്റ്, ഐ ഹാവ് നോ മണി ലെഫ്റ്റ്. കാരണം ഒരു നൗൺ ആണ് വന്നിരിക്കുന്നത്, മണി. അപ്പോൾ നോ മണി ലെഫ്റ്റ്. ഐ ഹാവ് മണി ഇൻ മൈ വാലറ്റ്. ഇവിടെ നോ ആണോ നൺ ആണോ വേണ്ടത്? നോ തന്നെയാണ് വേണ്ടത്. കാരണം മണി എന്നാണ് വന്നിരിക്കുന്നത്, അതൊരു നൗൺ അല്ലേ. അപ്പോൾ നൗണിന് മുന്നിലാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് നോ തന്നെയാണ്. ഐ സോ നൺ, കാരണം അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ്, അവിടെ അത് കഴിഞ്ഞിട്ട് ഒരു നൗൺ ഒന്നും ഇല്ല. അതുകൊണ്ട് ഐ സോ നൺ. ഐ ട്രൈ ടു ഫോൺ ശ്യാം ബട്ട് ദെർ വാസ് ആൻസർ. ഐ ട്രൈ ടു ഫോൺ ശ്യാം, ഞാൻ ശ്യാമിനെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആൻസർ ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ദെർ വാസ് നോ ആൻസർ, കാരണം ആൻസർ എന്നത് ഒരു നൗൺ ആണ്. ദെർ ഈസ് ലെഫ്റ്റ്, ദെർ ഈസ് നൺ ലെഫ്റ്റ്. അപ്പോൾ നോ ആൻഡ് നൺ ഇത് രണ്ടും ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായല്ലോ.